വർഷം 2025. 3-ാം മാസം തുടക്കത്തിലൂടെ ഒരുപാട് ലഹരി ക്രൈമുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. മെഹറാസ് എന്ന ഒരു കുട്ടി എക്സ്ട്രീം ബുള്ളി കാരണമായിട്ട് ആത്മഹത്യ ചെയ്യുകയും അതുപോലെ തന്നെ അഫാൻ എന്ന 21 വയസ്സുകാരൻ വെഞ്ഞാറുമൂടിൽ നടത്തിയ കൂട്ടക്കൊലയും പിന്നീട് കൊല്ലത്തിൽ വെച്ച് നടന്ന നഴ്സിംഗ് ഹോം വിദ്യാർത്ഥികളുടെ അതിക്രൂരമായ റാഗിങ്ങുകളും അതിനുശേഷം പിന്നീട് ആളുകൾ ശ്രദ്ധിക്കാത്ത വണ്ണം ലഹരിയുടെ ക്രൂരമായ ഭാഗങ്ങളും കടന്നു പോവുകയാണ്. പിന്നീട് ആളുകൾ ലഹരിയെക്കുറിച്ച് അധികം ശ്രദ്ധിക്കുന്നില്ല. കാരണം ഒരുപോലുള്ള പാറ്റേണിലെ ഒരുപാട് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനൊക്കെ പ്രത്യേകിച്ചുള്ള വലിയ കാര്യം എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടികളുടെ അടക്കം ലഹരികൾ ലഭിക്കണമെങ്കിൽ അതിനൊക്കെ അവരുടെ പാരൻസ് ശ്രദ്ധിക്കാണ്ടായിരിക്കും. പാരന്റിങ് നന്നായിട്ട് വേണം. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേന് പാരന്റിങ് സൂപ്പർവിഷന് നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കേരളയിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് കുട്ടികൾ ഇതിലധികം കാണപ്പെടുന്നത്. 3 ടൈപ്പ് കുട്ടികളാണ് ഈ ലഹരിക്ക് പെട്ടെന്ന് അടിമപ്പെടുക. ഒന്നെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഇൻട്രോവേർട്ടായി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുക, ഒറ്റയ്ക്ക് ആരോടും പറയാതെ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യുന്ന കുട്ടികളാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും പെട്ടെന്ന് പ്രതികരിക്കുക, പൊട്ടിത്തെറിച്ച് പറയുക, അങ്ങനത്തെ കുട്ടികളാണ് പിന്നെയും ഈ ലഹരിക്ക് അടിമപ്പെടുന്നത്. മൂന്നാമത്തത് എല്ലാവരോടും പെട്ടെന്ന് സൗഹൃദം പുലർത്തുന്ന കുട്ടികളാണ് ഈ ലഹരിക്ക് അടിമപ്പെടുന്നത്. പുറംഭാഗങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികളാണ് അധികവും ഈ ലഹരിക്ക് അടിമപ്പെടാൻ ചാൻസ് കൂടുതൽ. അവരെ പ്രത്യേകം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഫിലിം, അതുപോലെ തന്നെ ഗെയിംസ്, പിന്നെ സോഷ്യൽ മീഡിയ, ഇതിൽ നിന്നൊക്കെ നമ്മൾ കരുതും ഒരിക്കലും ഇതൊക്കെ ആക്രമണങ്ങൾക്കൊന്നും പ്രൊമോട്ട് ആവണില്ല എന്ന് കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ കുട്ടികളുടെ ഇടയിൽ, അതേമാതിരി ഈ യുവാക്കളുടെ ഇടയിലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ മൈൻഡ് ഇതിനൊക്കെ പ്രൊമോട്ടായി വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു മാർഗം എന്നുള്ളത് അതിനുതകുന്ന രീതിയിൽ കൗൺസിലിംഗ് നടത്തുക എന്നുള്ളതാണ്. ആ കുട്ടികളിൽ അധികം അവരെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടോ അവരോട് ചൂടായിക്കൊണ്ടോ സമ്മർദ്ദം വരുത്താതെ അവരെ പെട്ടെന്ന് കൗൺസിലിങ്ങിലേക്ക് കൊണ്ടുപോവുകയും ഇനി അവരെ ലഹരിയിലെ ഉപഭോക്താക്കളാക്കാതിരിക്കാനുള്ളൊരു നല്ലൊരു ശ്രമം നടത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ ഗവൺമെൻറ്, പോലീസ് ഉദ്യോഗസ്ഥർ അവരിപ്പോൾ ഡി-ഹണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു പദ്ധതി രൂപീകരിച്ച് ഒരു ശ്രമം, ലഹരിക്കെതിരെ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ സിന്തറ്റിക് ലഹരികളെ അതിനൊന്നും ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയണില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ തുരത്തുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സമൂഹത്തിന് നിർബന്ധമായിട്ടും ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളെ നാട് വളരെ നശിച്ചു പോകും. ഇപ്പോൾ നശിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി ഇതിനെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നശിച്ച് ഇല്ലാതായി പോകും. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഉള്ളതിനേക്കാളും വളരെ ശക്തമായ രീതിയിൽ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലഹരിൻ്റെ ഒരു വലിയ വിപത്തെ അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഫാന് സ്വന്തം ഉമ്മാനെയും അതുപോലെ തന്നെ അഞ്ജനെയും കാമുകയെയും വല്യമ്മാനെയൊക്കെ കൊലപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പിന്നെ നഴ്സിംഗ് ഹോമിൽ നടന്ന നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നടത്തിയ ക്രൂരത, ഇതിലൊക്കെ
ഞായറാഴ്ചകളിൽ ജൂനിയേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ലഹരി വാങ്ങാനുള്ള പൈസ ഒരു പിരിക്കുമായിരുന്നു എന്നുള്ളതാണ് വലിയ തെളിവ് ലഹരി ഉപയോഗിച്ച്. ഇപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓലെ മൈൻഡ് ലഹരി ഹൈജാക്ക് ചെയ്യപ്പെടണം. പിന്നെ ഓൽക്ക് ഈ സാധനം ഈ ലഹരി കിട്ടാതെ കഴിയണില്ല. ഇവർ ഒരു സമയം ഓൽക്ക് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇന്ന് ഉച്ചക്ക് ഉപയോഗിച്ചാൽ നാളെ ഉച്ചക്ക് അത് അവർക്ക് കിട്ടണം. അങ്ങനെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഓലെ മൈൻഡ് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഭയങ്കര പ്രശ്നമായി വരികയാണ്. ഇതുപോലെ പല കേസുകൾ ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കേസുകൾ ഇതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ലഹരി ഓൽക്ക് ഉപയോഗിക്കാൻ കിട്ടാതെ വരുമ്പോൾ, അതായത് ഇത് വാങ്ങാനുള്ള പൈസ ഇല്ലാതിരിക്കുമ്പോൾ വീട്ടുകാരെ അപേക്ഷിക്കും. അങ്ങനെ വീട്ടുകാരെ അപേക്ഷിക്കുമ്പോൾ ഇവർക്ക് വീട്ടുകാർ കൊടുക്കൂല. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഇവർ ആകെ മൈൻഡ് സ്ട്രെസ് ആയിങ്ങാണ്ട് വീട്ടുകാരെ കൊല്ലുക, കത്തിയെടുത്താണ്ട് വെട്ടുക, അങ്ങനെ തുടങ്ങി നിരവധി ആക്രമണങ്ങൾ ഇവർ ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഈ മൈൻഡ് സ്ട്രെസ് എന്നൊക്കെ വരുന്നത് കുട്ടികളുടെ ഡോപ്പമിൻ്റെ കുറവുള്ളതുകൊണ്ടാണ്. ഇത് കുട്ടികളുടെ സന്തോഷമില്ലാത്തത് മെയിനായിട്ട് പാരൻറ്റിങ്ങിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ഈ പാരൻസ് അവരോട് ഓപ്പണായിട്ട് സംസാരിക്കാനില്ല എന്നുള്ളതും അവരെ വിഷമങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഡോപ്പമിനെ വളർത്താനായിട്ട് പാരൻസ് കൂടുതൽ വർത്തമാനം പറയുക, അവരോട് ഇടപഴകുക, അതുപോലെ തന്നെ അവരെ കല, എഴുത്ത് എന്നതിലൊക്കെ പങ്കെടുപ്പിക്കുകയും സാഹിത്യോത്സവം പോലത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക, അങ്ങനെ പങ്കെടുപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിനൊരു മാതൃക. നല്ലൊരു നാളേക്കായി നമ്മളും സമൂഹവും സന്നദ്ധരാവണമെന്നും അതുപോലെ തന്നെ എന്നേക്കുമായി ലഹരി തുടച്ചു നീക്കണം.